ഡൽഹി ജന്തർ മന്ദറിന് മുന്നിൽ സമരം ചെയ്തതിന് പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായി VP സുഹറ പുറത്തിറങ്ങി. മുസ്ലിം പിന്തുടർച്ചാവകാശത്തിൽ സ്ത്രീകൾക്കും അവകാശം വേണമെന്നാവശ്യപ്പെട്ടാണ് സുഹറ സമരം ചെയ്തത്. സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഞാൻ നിയമത്തെ എനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ തുടർച്ചയായിട്ട് നിരാഹാരം ഇരിക്കണമെന്ന് വിചാരിച്ച് വന്ന ആളാണ്. പക്ഷെ ഇവരെന്നെ അനുവദിക്കുന്നില്ലല്ലോ. അപ്പം നിയമം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അവരോടൊപ്പം പോവുക, അല്ലാതെ വേറെ രക്ഷയില്ല. സമരം തുടരും. നിരാഹാര സമരം അല്ലെങ്കിൽ ഏതിലും സമരം തുടരും. പോരാട്ടത്തിന് യാതൊരു അവസാനം ഇല്ലല്ലോ. പോരാട്ടം തുടരും. പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവന്നില്ല, അവിടെ കൊണ്ടുപോയി അവിടെ നിരാഹാരം ഇരിക്കും എന്നാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിരാഹാരം ഇരിക്കും എന്നുള്ള കാര്യം ആലോചിക്കണം. നമ്മളിപ്പം ലോ മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെയാണല്ലോ ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. ലോ മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ എല്ലാ മിനിസ്റ്റേഴ്സിനും കൊടുത്തിട്ടില്ല. പിന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ അതാണ് നേരത്തെ പറഞ്ഞത്. അവരുമായിട്ട് സംസാരിക്കാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കട്ടെ, ശ്രമിക്കട്ടെ അങ്ങനെ പറഞ്ഞത്. ഞാൻ മിനിസ്റ്ററുമായിട്ട് ശിശുക്ഷേമ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കാനുള്ള സഹായം ചെയ്യട്ടെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ 2-3 ദിവസം കൂടെ ഉണ്ട്. നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ട് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി നിൽക്കണോ? അതെ, ഇപ്പൊ നിരാഹാര സമരം ഇനി ചെയ്തില്ല. നമ്മൾ ഏകദേശം ഒരു കാര്യങ്ങൾ ഇങ്ങനെയല്ലേ വരുന്നത്. നമുക്കിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഈ കാര്യങ്ങളിപ്പം ഓരോ ഭാഗത്തുനിന്ന് വന്നല്ലോ. ഇപ്പം ആനിരാജ മേഡം വന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണെന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനൂപ് ദാസ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അനൂപ്, തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരുമെന്നായിരുന്നു സുഹറ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് ഇടപെടലിനെ തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ പോരാട്ടവുമായി മുൻപോട്ട് പോകും എന്ന് പറയുന്നുണ്ട്. ഏത് രീതിയിൽ ഇനി സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്? ആരുടെയൊക്കെ ഇടപെടലാണ് ഇപ്പോൾ ഈ സമരം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചത്? വിഷയം ദേശീയ ശ്രദ്ധയിലെത്തിക്കുക. ഈ മുസ്ലിം വനിതകൾക്ക് പിന്തുടർച്ചാവകാശത്തിൽ ലിംഗനീതി ഉണ്ടാവുക എന്നതായിരുന്നു ഇങ്ങോട്ടേക്ക് ഡൽഹിക്ക് വരുമ്പോൾ VP സുഹറയുടെ പ്രധാനപ്പെട്ട മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ. അതിനായിരുന്നു സമരം ചെയ്തത്. എന്തായാലും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതിന് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ചിരുന്നു. സമരത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് വിളിച്ചത്. ഈ സമരത്തിൽ, അതായത് മന്ത്രിമാരെ കാണാനുള്ള ഒരു സൗകര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, ഒപ്പം തന്നെ ബൃന്ദാക്കാരായിട്ട് ആനി രാജ തുടങ്ങിയവരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. സുഹൃത്ത് നമുക്കൊപ്പം ചേരുന്നു. നിരാഹാര സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു, പക്ഷേ പോരാട്ടം തുടരും. ഈ വിഷയം ഒരു പരിധി എത്തുന്നത് വരെ ഞാൻ പോരാട്ടം തുടരും. ആരൊക്കെ ഇടപെട്ടത്? എങ്ങനെയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ? പോലീസ് സ്റ്റേഷനിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ചായയൊക്കെ വാങ്ങിയിട്ട് അപ്പോഴാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. ഭയങ്കര ക്ഷീണം വന്ന് തല ഇറങ്ങി അവിടുന്ന്. അപ്പോഴാണ് സുരേഷ് ഗോപിയും ആനിരാജയും ബൃന്ദാക്കാരായിട്ടൊക്കെ ഇടപെട്ടു അല്ലേ? അവരൊക്കെ ഇടപെട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ആനിരാജ പിന്നെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളവിടെ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവർ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം ബൃന്ദാക്കാരായിട്ട് അവരുടെ ഈ പിന്നെ വനിതാ സംഘടനേൻ്റെ പിന്നെ ഒരു നേതാവിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഷയം ദേശീയ ശ്രദ്ധയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ വന്നൂല്ലേ? ഇപ്പം ഒരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടിയാണ് മെനക്കെടുന്നത്. ഇനിയും ഇത് പോരാടാൻ തന്നെ തീരുമാനിക്കുന്നു. ഇത്രയൊക്കെ എത്തിച്ചതിൽ നിങ്ങളെല്ലാവരുടെയും പങ്കാളിത്തം കുറച്ചൊന്നും അല്ല, വളരെയധികം പങ്കാളിത്തമുണ്ട്. മാധ്യമങ്ങൾക്ക് എല്ലാവരോടും നന്ദി പറയാന്ന്. ശരി. എന്തായാലും ക്ഷീണമുണ്ട് സുഹൃത്തേക്ക്. രാവിലെ മുതൽ ഇരിക്കുന്നതാണ്, ഭക്ഷണം കഴിക്കാതെ ഇവിടുന്ന് ഒരു ചായ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്തായാലും അതിശക്തമായി പോരാട്ടവുമായി മുന്നോട്ട് പോകും. ഈ മുസ്ലിം സമുദായത്തിലെ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും കൃത്യമായ പങ്ക് പിന്തുടർച്ചാവകാശത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ആവശ്യം. ശരി, അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.